നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഇരുമ്പ് എന്ന് പറയുന്ന മെറ്റൽ ശരിക്കും ഒരു ഏലിയൻ മെറ്റലാണ്. അതായത് ഭൂമിക്ക് പുറത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊരു മെറ്റൽ. മോഡേൺ ആസ്ട്രോഫിസിക്സ് പറയുന്നൊരു ഫാക്റ്റ് ഉണ്ട്. അതായത് ഈ ഇരുമ്പ് ഉണ്ടാണെങ്കിൽ ആദ്യം ഒരു നക്ഷത്രം ഇല്ലാണ്ടാണ്. അതായത് സൂര്യനേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള കൂറ്റൻ നക്ഷത്രങ്ങൾ അവരുടെ ആയുസ്സൊക്കെ അവസാനിച്ച് സൂപ്പർനോവയായിട്ട് ബ്ലാസ്റ്റ് ആയിട്ടാണ് ഈ ഇരുമ്പ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഭൂമിക്ക് ഈ ഇരുമ്പ് സ്വയം നിർമ്മിക്കാനുള്ള ടെമ്പറേച്ചറോ ആ ഒരു ശേഷിയോ ഇല്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉൽക്കകൾ വഴി ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്ന് പതിച്ചതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഇരുമ്പ് മുഴുവനും. എന്നാൽ സയൻസ് ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒറിജിൻ കണ്ടെത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, അതായത് 1400 വർഷം മുമ്പ് ഇറക്കപ്പെട്ട ഖുർആനിൽ 57-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ഹദീദ് എന്നാണ്, അതായത് ഇരുമ്പ്. അതിലെ 25-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇരുമ്പിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: വ അൻസൽനൽ ഹദീദ്. അതിൻ്റെ അർത്ഥം നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അൻസൽന, ഇരുമ്പ് സൃഷ്ടിച്ചു എന്നല്ല ഖുർആൻ പറയുന്നത്, നാം ഇരുമ്പിനെ ഇറക്കി തന്നു. അൻസൽന എന്ന് പറയുമ്പോൾ സെൻഡ് ഡൗൺ എന്നാണ് അർത്ഥം. ഭൂമിയിൽ മുളപ്പിച്ചതല്ല, മറിച്ച് മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിയതാണ് എന്ന് ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, ഇരുമ്പിനെ ഖുർആൻ വെറും ഒരു മെറ്റലായിട്ട് മാത്രമല്ല പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ പറയുന്നുണ്ട് ഫിഹി ബഅ്സുൻ ശദീദും വമനാഫിഉ ലിന്നാസ്, അതിൽ കഠിനമായ ശക്തിയും മനുഷ്യർക്ക് ഒട്ടനവധി ഉപകാരങ്ങളും ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, വെറും സിംഗിൾ ലൈനിലാണ് ഖുർആൻ മനുഷ്യന്റെ മുഴുവൻ പരിണാമത്തെ പറ്റിയും പറയുന്നത്. മനുഷ്യൻ വേട്ടയാടി നടന്ന കാലത്ത് നിന്ന് അയേൺ ഏജ് അഥവാ ഇരുമ്പ് യുഗത്തിലേക്ക് കടന്നപ്പോഴാണ് കൃഷി ചെയ്യാനുള്ള ടൂൾസ് കണ്ടുപിടിക്കുന്നതും വലിയ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതും. പിന്നീട് 18-ാം നൂറ്റാണ്ടിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ ലോകത്തിൻ്റെ എക്കണോമിക് സിറ്റുവേഷനെ തന്നെ മാറ്റിമറിച്ച സ്റ്റീം എഞ്ചിനുകൾ, റെയിൽവേ ട്രാക്കുകൾ, കപ്പലുകൾ, ഫാക്ടറികളൊക്കെ ഉണ്ടായതും ഇതേ ഇരുമ്പിൻ്റെ കരുത്തിലാണ്. അതായത് ഖുർആൻ പറഞ്ഞു വെക്കുന്ന ബഅ്സുൻ ശദീദ് എന്ന് പറയുന്ന ആ ഒരു കരുത്ത്.